ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വീടിന്റെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ 4 മൂലകളിലായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന 5 കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, യാതൊരു കോംപ്രമൈസും ഇല്ല കാര്യത്തിൽ. ഇത് വീട് വന്നു, ഇതിന്റെ 8 ദിക്കുകൾ ഞാൻ എഴുതുന്നു. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന കന്നിമൂല, വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന വായുകോണ്, വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന നോർത്ത് ഈസ്റ്റ്, തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് ഈസ്റ്റ് അഥവാ അഗ്നികോണ്. ഇവിടെ ആദ്യം നമ്മൾ ആ ലാൻഡിൽ തെക്കും പടിഞ്ഞാറും, അതായത് തെക്ക് വശവും പടിഞ്ഞാറ് വശവും നമ്മൾ ഉറപ്പായിട്ടും മതിലൊരല്പം ഉയർത്തിക്കെട്ടണം. ഈ ഒരു ഭാഗം ഉറപ്പായിട്ടും അടഞ്ഞിരിക്കണം. 4 സൈഡിലും ഒരു വാസ്തുമണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഇതിൽ തെക്കും പടിഞ്ഞാറും ഉറപ്പായിട്ടും മതിൽ കെട്ടിയിരിക്കണം. ഇനി പലരും ഇവിടെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ചെറിയ ഹോളൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഭംഗി കൂട്ടാനായിട്ട് വെക്കും. അങ്ങനെ അത് വാസ്തുപ്രകാരം നല്ലതല്ല, സമ്പത്ത് നിൽക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകളുണ്ട്, അത് വാസ്തുപ്രകാരം നല്ലതല്ല. അപ്പം തെക്ക് പടിഞ്ഞാറ് ആദ്യം ഉയർത്തി എടുക്കുക, തെക്ക് പടിഞ്ഞാറ് ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ലാൻഡിൽ ഏറ്റവും ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ട് ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തി വെക്കുക, കന്നിമൂല. അപ്പം ആദ്യം നമ്മൾ കന്നിമൂലയെ പരിഗണിച്ചു. അടുത്തത്, വീടിന്റെ വടക്ക് പടിഞ്ഞാറ് കോർണറിൽ ഒരു 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കുക. വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കുക. അപ്പോൾ വീടിന്റെ ആ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് ഫംഗ്ഷൻ പ്രകാരം നമ്മൾ വീടിനെ ഒന്ന് സെറ്റാക്കുകയാണ്. കന്നിമൂല എർത്ത് എനർജിയാണ്. ആ എർത്ത് എനർജിയെ നമ്മളൊന്ന് ആക്ടിവേഷൻ ചെയ്തു. പിന്നെ എർത്ത് എനർജി അവിടെ പെബിൾസോ അല്ലെങ്കിൽ കൂടുതൽ മണ്ണൊക്കെ ഇട്ടിട്ട് ആ ഏരിയ ഒന്ന് ആക്ടിവേഷൻ ചെയ്തു. നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ വാസ്തുവും ഫംഗ്ഷയുടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിച്ചു. അവിടെ ഒരു മെറ്റൽ എനർജിയാണ്. അത് ഇളം കാറ്റിൽ മൂവ് ചെയ്യുമ്പോൾ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അടുത്തത്, നോർത്ത് ഈസ്റ്റ് കോർണർ. നമ്മുടെ വാസ്തുപ്രകാരം ഈശാന കോണ്, വെള്ളത്തിന്റെ സ്ഥാനം. ഇവിടെ നമ്മൾ ഉറപ്പായിട്ടും ഒരു കിണർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു സമ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു വാട്ടർ ബോഡി കൊണ്ടുവരണം. ഈ ഒരു നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഇത്രയും ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇവിടെ ഒരു തരത്തിലുള്ള മറയോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ഒന്നും പാടില്ല. ഇപ്പോൾ ചിലര് ഇവിടെ കൊണ്ടുപോയി പഴയ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിണറാണെങ്കിൽ തൊട്ടടുത്തൊരു കുളിമുറി കൊണ്ടുവച്ചാകും. ഈ കുളിമുറി 2 ആക്കി ഇതൊരു ടോയ്ലറ്റും ഇതൊരു ബാത്റൂമുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈശാന കോണിലെ ടോയ്ലറ്റും ബാത്റൂമും വന്നു, ഇവിടെ ഒരു കെട്ടിടവും വന്നു. ഇത് മൊത്തത്തിൽ തെറ്റി. കിണർ ഓക്കെ. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വെക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികൾ ഒന്നും പാടില്ല. ചിലർ കാണിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഈ പോസ്റ്റ് നിന്ന് ലൈൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വടക്ക് കിഴക്ക് ഈശാന കോണിൽ നമ്മുടെ മീറ്റർ ബോർഡ് വെക്കും. ഇത് തെറ്റാണ്. ഇവിടെയാണ് വെക്കേണ്ടത്, ഇവിടെയോ ആണ് വെക്കേണ്ടത്, അഗ്നിക്കോണിലാണ് വെക്കേണ്ടത്. അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് നോർത്ത് വെസ്റ്റിലേക്ക് വേണമെങ്കിലും മാറ്റാം. കന്നിയിലും ഈശാന കോണിലും ഒരു കാരണവശാലും അത് വേണ്ട. അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് മരങ്ങള്, ചെടികള്, പ്ലാവ് അങ്ങനെയൊക്കെ വെക്കുന്ന വീടുകളുണ്ട്. ഇത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല. ഈശാന കോണിൽ ഇത്തരത്തിലുള്ള ചെടികളോ മരങ്ങളോ ഒന്നും പാടില്ല. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാന്ന് വെച്ചാൽ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഗേറ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിണർ ഉപയോഗിക്കാം, ഇവിടെ ബോർവെൽ ഉപയോഗിക്കാം, ഇവിടെ സമ്പ് ഉപയോഗിക്കാം. ഇത്തരം വെള്ളത്തിന്റെ എനർജി കൂടും. അതേ കണക്ക് തന്നെ ഈ ലാൻഡിൽ ഏറ്റവും താഴ്ന്നു നിൽക്കേണ്ട ഭാഗവും ഇവിടെ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് മഴ പെയ്ത് വെള്ളം വരികയാണെങ്കിൽ ഇതുവഴി പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഈ ഭാഗം താന്നിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ നമ്മൾ 1, 2, 3 ദിക്കുകൾ നമ്മൾ നോക്കി. അടുത്തത് 4ാമത്തെ ദിക്ക് അഗ്നികോണാണ്. ഈ അഗ്നികോണിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗത്താണ് നമുക്ക് വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് കത്തിക്കാനായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ഇവിടെ കൊടുക്കാം, അഗ്നികോണിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫംഗ്ഷുവൽ പറയുന്നു ധാരാളം ലക്കി ബാമ്പ് പോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഈ ഭാഗത്ത് വയ്ക്കാം. ഇനി ഇവിടെ മണി പ്ലാന്റ് വെക്കുന്നത് അത്ര നല്ലതല്ല. ഒരുപാട് പേര് മണി പ്ലാന്റ് വെക്കുന്നുണ്ട്. മണി പ്ലാന്റ് അവിടെയുള്ള മരത്തിലോ മതിലിലോ ഒക്കെ പടർത്തി വിടുന്നുണ്ട്. അത് ചെയ്യുന്നത് നല്ലതല്ല. ഒരു ബുഷായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അല്ലാതെ അതിനെ പടർത്തി വിടുന്നതോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലേക്ക് കയറ്റി
വളർത്തുന്നതോ വീട്ടിലേക്ക് കയറ്റി വളർത്തുന്നതോ നല്ലതല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ 4 മൂലകളെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വീടിന്റെ വടക്ക് വശത്ത് ഒരു മൂവിങ് വാട്ടർ കൊടുക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ ടാങ്ക് ചെയ്യാം. റൗണ്ട് ആണെങ്കിൽ ഏറ്റവും നല്ലത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ ഇവിടെ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വാട്ടർ എനർജിയാണ്. ഈ റൗണ്ട് എന്ന് പറയുന്ന ഷേപ്പ് കാണിക്കുന്നത് മെറ്റൽ എനർജിയാണ്. അപ്പം ഈ വാട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്ന മെറ്റൽ എനർജിയാണ്. അപ്പോൾ ഒരു റൗണ്ട് റിങ് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഇട്ടിട്ട് അക്യൂരത്തിൽ ഒരു മോട്ടർ കൊടുത്ത് ഇതിനെ മൂവ് ചെയ്യണം. മിനിമം 3 മണിക്കൂറെങ്കിലും ചെയ്യിക്കണം. ഫുൾ ടൈം ചെയ്യിച്ചാൽ ഒരു കുഴപ്പമില്ല. മിനിമം 3 മണിക്കൂറെങ്കിലും ഈ വെള്ളം മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കന്നിമൂല ഉയർന്നു നിൽക്കണം. അത് സ്ത്രീകൾക്ക് ഗുണം ചെയ്യും. വടക്കു പടിഞ്ഞാറ് വായു കൊണ്ടുള്ള 6 റോഡ് വിഞ്ചയമിടുന്നത് ഗൃഹനാഥനെ അഭിവൃദ്ധിപ്പെടുത്തും. വടക്ക് വശത്ത് ഒരു മൂവിങ് വാട്ടർ വയ്ക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുണ്ടാക്കും. വടക്ക് കിഴക്ക് കുഴി വെള്ളം ഇതൊക്കെ വരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ നിൽക്കും. അഗ്നിയുടെ സാന്നിധ്യം വരുന്നതും നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വീടും പരിസരവും ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇതൊരു റൂസ്റ്ററിന്റെ സ്റ്റാച്യു ആണ്. ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലും ഓഫീസുകളിലും ഉണ്ടാകുന്ന കലഹങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ഡയറക്ഷൻസിൽ, ഓഫീസിലാണെങ്കിൽ ഓഫീസിന്റെ പടിഞ്ഞാറ് ഭാഗത്തും അതേപോലെ വീട്ടിലാണെങ്കിൽ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തും ഇത്തരത്തിലുള്ള സ്റ്റാച്യു വെക്കുന്നത് ഈ പറയുന്ന കലഹം ഒഴിവാകാൻ നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയിൽ വളരെ സാധാരണയായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് 4 അനിമൽസ് ആണ്. അപ്പോൾ ഫെങ്ഷുയിൽ പറയുന്നു 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഏതൊരു വീടിനും നമുക്ക് ചെയ്യാവുന്നതാണ്. വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഗ്രീൻ ഡ്രാഗൺ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു 8-9 അടി ഹൈറ്റിൽ നമുക്ക് വെക്കാം. അതിന്റെ സൗത്ത് ഡയറക്ഷനിൽ ലിവിംഗ് റൂമിന്റെ സൗത്തിൽ നമുക്കൊരു ഫീനിക്സ് ബേർഡ് വെക്കാം. ഈ ഡ്രാഗൺ ഇരിക്കുന്നേക്കാൾ താഴ്ന്നു വേണം ഫീനിക്സ് ബേർഡ് ഇരിക്കാൻ. ഡ്രാഗൺ മാത്രമാണ് ഉയർന്നിരിക്കേണ്ടത്. അതിന്റെ വെസ്റ്റ് ഡയറക്ഷൻസിൽ നമുക്കൊരു വൈറ്റ് ടൈഗറിനെ വെക്കാം. അതിന്റെ നോർത്ത് ഡയറക്ഷൻസിൽ നമുക്കൊരു ടോർട്ടോയ്സിന് വെക്കാം. അപ്പൊ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടും. ഈ ഒരു സ്റ്റാച്യു വളരെ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു സ്റ്റാച്യു ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു 88 സിമ്പിൾസ് ആണ്. ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ ഓഫീസിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിന്റെയോ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.